ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബീനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 3ാം ക്ലാസ്സിലെ തിന്താരോ തക എന്ന നാടൻ പാട്ടിൻ്റെ ഒരു ആസ്വാദനമാണ്. ഈ നാടൻ പാട്ട് വലിയ അർത്ഥതലങ്ങളിലേക്കൊന്നും പോവാതെ ചുരുങ്ങിയ വരികളിൽ ഒരു ഈണത്തിൻ്റെ സഹായത്തോടു കൂടി ചൊല്ലാൻ വേണ്ടി കുട്ടികൾക്ക് സഹായിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് ഇത്തരം നാടൻ പാട്ടുകളിലും കാണാൻ കഴിയുക. അത്തരം നാടൻ പാട്ടുകളിൽ വായ്ത്താരികളോടുകൂടി നമുക്ക് ആനന്ദവേളകൾ അല്ലെങ്കിൽ വിശ്രമവേളകളൊക്കെ നല്ല രസകരമായി ചിലവഴിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ഇത്തരത്തിൽ നാടൻ പാട്ടുകളായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഒരു പ്രത്യേകതരം എഴുത്തുകാരനെയോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ പണ്ട് മുതലേ ചൊല്ലി വരുന്ന ഇത്തരത്തിലുള്ള പാട്ടുകൾ ഒരു നാടിൻ്റെ തന്നെ സംസ്കാരം, പ്രകൃതിയുടെ പ്രത്യേകതരം ഭാവങ്ങൾ, അങ്ങനെ ഒരുപാട് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന പാട്ടുകളാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നാടൻ പാട്ടുകൾ. അത്തരത്തിൽ പാടി രസിക്കാൻ പറ്റുന്ന ഒരു നാടൻ പാട്ടാണ് തിന്താരോ തക എന്നുള്ള ഈ നാടൻ പാട്ട്. ഈ നാടൻ പാട്ടിൻ്റെ പ്രധാന സവിശേഷത 1 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അത്തരത്തിൽ എണ്ണാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള സംഖ്യകളെ പറ്റി അറിവ് നൽകുന്ന രീതിയിലുള്ള ഒരു പാട്ടായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 1 മുതൽ 5 വരെ ഉള്ള സംഖ്യകൾ ഇതിൽ യഥാക്രമം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ, ഇങ്ങനെയുള്ള പാട്ടുകൾ ആനന്ദം, വിശ്രമം ഇതൊക്കെ പ്രദാനം ചെയ്യുന്നതോടൊപ്പം ചെറിയ ചെറിയ അറിവുകൾ കൂടി നമ്മളിലേക്ക് തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 1 മുതൽ 5 വരെ അങ്ങനെ എണ്ണൽ സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നാടൻ പാട്ടുകളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ തുടങ്ങി ഒരുപാട് സംഖ്യകളിലേക്ക് നീണ്ടു പോകുന്ന രസകരമായിട്ടുള്ള നാടൻ പാട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള നാടൻ പാട്ടുകളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അവയുടെ താളാത്മകതയാണ്. ഒരുപാട് ഈണത്തോടെ, നല്ല ഈണത്തോടെ പാടാൻ കഴിയുന്ന പാട്ടുകളായിരിക്കും ഇത്തരം പാട്ടുകൾ എന്ന് പറയുന്നത്. പണ്ടുള്ള ജനങ്ങൾ അവർ നാടൻ പാട്ടുകളെ കണ്ടിരുന്നത് ഒരു വിനോദോപാധി അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടി, സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഉപാധി എന്ന നിലയിൽ മാത്രമായിരുന്നില്ല. അവരുടെ വിശ്രമവേളകളിൽ അവർ രസകരമായി ചിലവഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപാധിയായിരുന്നു ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകൾ. അതേപോലെ തന്നെ പണിയെടുക്കുന്ന അവസരങ്ങളിൽ അവർക്ക് തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിലിനെ, കൃഷിയിടങ്ങളിലും മറ്റും ഒക്കെ ആളുകൾ തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ തൊഴിലിനെ കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റാൻ വേണ്ടി, കുറച്ചുകൂടി അധ്വാനം കുറച്ച് ലഘൂകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകൾ പാടി, ഇത്തരത്തിലുള്ള വായ്ത്താരികൾ, തിന്താരോ തക എന്നൊക്കെ പറയുന്ന പോലെയുള്ള വായ്ത്താരികൾ പാടി അവർ രസിക്കാറുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇങ്ങനെയുള്ള ഒരു തരം പ്രത്യേക തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വന്നിരുന്നു. അപ്പോൾ ഇത്തരം പാട്ടുകൾ അറിവ് നൽകാൻ വേണ്ടിയും അതേപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ച് ഉള്ള ഒരു വർണ്ണന, പ്രത്യേകതരം ജനവിഭാഗങ്ങളുടെ ജീവിത രീതികളെ പറ്റിയുള്ള ഒരറിവ് നമുക്ക് തരുന്നു. അപ്പോൾ അതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പോൾ ഈ കവിതയിൽ തന്നെ നമുക്ക് കാണാം, ഈ കവിതയിൽ തന്നെ പ്രകൃതിയെ പറ്റിയുള്ള വർണ്ണന നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതിയിലെ പ്രത്യേകതരം കാഴ്ചകൾ, പ്രകൃതിയിൽ കാണുന്ന കുന്ന്, പുഴ, സസ്യങ്ങൾ ഇവയെപ്പറ്റിയെല്ലാം ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകൾ നമ്മളിലേക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങൾ, കൃഷിയിടങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പണ്ടത്തെ സംസ്കാരം, അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഒരു ജനതയുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം തന്നെ ഇങ്ങനെയുള്ള കവിതകളിൽ അല്ലെങ്കിൽ നാടൻ പാട്ടുകളിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകൾ വ്യത്യസ്തമാവുന്നത് ഇവയുടെ പ്രത്യേക താളം കൊണ്ടും ഇവയിൽ നിറഞ്ഞു നിൽക്കുന്ന വായ്ത്താരികൾ കൊണ്ടുമാണ്. ഇങ്ങനെയുള്ള വായ്ത്താരികൾ നമ്മൾ ഏറ്റുപാടാറുണ്ട്. അതേപോലെ തന്നെ ആളുകൾ പണ്ട് മുതൽ ഏറ്റുപാടി വരുന്ന വായ്ത്താരികളാണ് ഇത്തരത്തിലുള്ള നാടൻ പാട്ടിലൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ വരുന്ന നാടൻ പാട്ടുകൾ പ്രത്യേകം ഒരു ജനത്തിൻ്റെ, അവരുടെ സംസ്കാരം, അവർ വളർന്നു വന്ന ജീവിത രീതി എന്താണ്, അവരുടെ ഭാഷ എങ്ങനെയാണ്, അവരുപയോഗിച്ചിരുന്ന കലകൾ, അവർ ചെയ്തിരുന്ന കൃഷികൾ, അവർ ചെയ്തിരുന്ന പ്രവൃത്തികൾ എന്തെല്ലാമാണ്, ഇതിനെപ്പറ്റിയൊക്കെ സമഗ്രമായ ഒരു വിവരം നമ്മളിലേക്ക് തരുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾക്ക് എടുക്കാവുന്ന വലിയ അർത്ഥതലങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലാതെ ഒന്ന് ചൊല്ലി രസിക്കാവുന്ന, ആനന്ദിക്കാവുന്ന ഒരു കവിതയായിട്ട് അല്ലെങ്കിൽ നാടൻ പാട്ടായിട്ട് ഇതിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരും.